ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഓറിയോ ബിസ്ക്കറ്റ് വെച്ചിട്ട് ഒരു കേക്കാണ്. 2 പേക്ക് ബിസ്ക്കറ്റാണ് ഞാൻ എടുത്തിട്ടിരിക്കുന്നത്. 2 പേക്ക് ബിസ്ക്കറ്റാണ് എടുത്തത്. ഈ 2 പേക്ക് ബിസ്ക്കറ്റ് കൊണ്ട് നമുക്കൊരു അടിപൊളി കേക്ക് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ജമീലാസ് കിച്ചൺ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. നമുക്കിത് മിക്സിയിൽ പൊട്ടിച്ചിട്ടിട്ട് പൊടിച്ചെടുക്കണം. ഇത് 30 റുപ്യാണ് ഒരു പേക്ക് ബിസ്ക്കറ്റിന്. അങ്ങനത്തെ 2 പേക്കാണ് എടുക്കുന്നത്. 2 പേക്ക് എടുത്താലാണ് ഒരു കേക്ക് ആവശ്യമായത് കിട്ടുകയുള്ളൂ. ഇത് നമുക്ക് മിക്സിയിലേക്ക് പൊട്ടിച്ചിട്ടിട്ട് 2 കൂടി പൊടിച്ചെടുക്കണം. എൻ്റെ മിക്സി ചെറുതായതുകൊണ്ട് 2 കൂടി പൊട്ടിച്ചെടുക്കണം. അല്ലെങ്കിൽ ഒരു പ്രാവശ്യം പൊട്ടിച്ചെടുത്താൽ മതി. ഇത് നമുക്ക് പൊടിച്ചെടുക്കാം. ഈ പൊടിച്ചത് നമുക്ക് ഇതിലിട്ട് കൊടുക്കാം. ഇനി ബാക്കിയും കൂടിയും പൊടിച്ചെടുക്കാം. ഒരിക്കൽ തന്നെ പൊടിച്ചെടുക്കുന്ന കൊള്ളുന്നെങ്കിൽ ഒരിക്കൽ തന്നെ പൊടിച്ചെടുത്താൽ മതി. നമുക്ക് ഇതിൽ ഗ്രൈൻഡറിൽ കൊള്ളാത്ത കൊണ്ടാണ് ഞാൻ 2 കൂടി പൊടിച്ചെടുത്തത്. ഇനി ബാക്കി കൂടി നമുക്കിതിലേക്ക് പൊടിച്ചെടുക്കും. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. ക്രീമും വേണ്ട, സംഗതിയും വേണ്ട. എല്ലാവരും പറയും ക്രീമും വേണ്ട, കൊക്കോ പൊടിയും വേണ്ട, ഒന്നും വേണ്ട. അത് വെറുതെ പറയുന്ന കാരണം എല്ലാ സാധനവും ഇതിൽ തന്നെ ഉണ്ട്. ക്രീമും കൊക്കോ പൊടിയും എല്ലാം ഇതിൽ തന്നെ ഉണ്ട്. പിന്നെ വേണ്ടെന്ന് പറയുന്നത് ആവശ്യത്തിനാണ് എനിക്കില്ല. എല്ലാം ഇതിലുള്ളത് കൊണ്ടാണ് ചേർക്കാത്തത്. ഇനി നമുക്കിതും കൂടി പൊടിച്ചെടുക്കാം. ഇതിന് വെറും 3 ഇനി രണ്ടാമത് പൊടിച്ചതും കൂടി ഇതിലിട്ട് കൊടുക്കുക. ഇതിന് വെറും പാലും ബേക്കിംഗ് പൊടി പൗഡറും മാത്രമാണ് വേണ്ടത്. ബേക്കിംഗ് സോഡേൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ പഞ്ചസാര, മധുരം ആവശ്യം കൂടുതൽ വേണ്ടവർ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചിട്ട് കൊടുത്താൽ മതി. ഇതിന് തന്നെ ആവശ്യത്തിന് മധുരം ഇതിലുണ്ടാവും. അതുകൊണ്ടാണ് മധുരം ചേർക്കാത്തത്. ഇത് ബേക്കിംഗ് സോഡയാണ്, അല്ല ബേക്കിംഗ് പൗഡറാണ്. ബേക്കിംഗ് സോഡ അല്ല, ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല, പൗഡർ മാത്രമാണ് ഇതിനാവശ്യമുള്ളൂ. ഇത് നമുക്ക് യോജിപ്പിച്ചെടുക്കാം. നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കുന്ന പാത്രത്തിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തടവി കൊടുക്കുക. എൻ്റെ അടുത്ത് ബട്ടർ പേപ്പറൊന്നുമില്ല, അതുകൊണ്ട് ഇങ്ങനെ ആക്കിയാൽ മതി. വെളിച്ചെണ്ണ തടവിയിട്ട് സൺഫ്ലവർ ഓയിലാണ് ഞാൻ തടവി കൊടുത്തത്. തടവിയിട്ട് മൈദ ഇട്ടിട്ട് ഒന്ന് കൊട്ടി കൊടുത്താൽ മതി, എന്നാൽ റെഡിയായി വരും. ഇനി നമുക്കതിൽ അല്പം മൈദ ഇട്ട് കൊടുക്കാം. ഇതിലുള്ള മൈദ ബാക്കിയുള്ളത് ഞാൻ മുട്ടിക്കളഞ്ഞിട്ട് ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇത് ചേർത്തിട്ട് പിന്നെ ഈ ബിസ്ക്കറ്റിൻ്റെ പൗഡർ നല്ലവണ്ണം ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. തരി ഉണ്ടാകരുത്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് പാലാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. ആവശ്യത്തിന് ഇത് ഒഴിച്ച് കൊടുക്കുക. പിന്നെ പാല് ഫ്രിഡ്ജിൽ വെച്ച പാല് നേരിട്ട് എടുത്തിട്ട് ഒഴിക്കരുത്. തണുപ്പുള്ള, അതുപോലെ തന്നെ പാത്രമൊക്കെ നല്ലവണ്ണം ഉണങ്ങിയ പാത്രവും ബിസ്കും എല്ലാം ഉണങ്ങിയതായിരിക്കണം. തണുപ്പുണ്ടായാൽ കേക്ക് റെഡിയായി വരില്ല. നല്ലൊരു ടേസ്റ്റുള്ള കേക്കാണിത്. നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു ആണ്. ഇത് നമുക്ക് ഇനി ആ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം. വിസ്ക് മാറ്റിക്കളഞ്ഞ് നമുക്കിത് ഈ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നേരത്തെ റെഡിയാക്കി വെച്ച പാത്രമാണ്. പിന്നെ എൻ്റെ ചാനൽ ആദ്യം എല്ലാവരും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. എല്ലാവരും ഞാനിപ്പം വീഡിയോ ഇടാത്തത് കൊണ്ട് ഒരുപാട് ആൾക്കാർ ഇപ്പം കുറവാണ്. അതുകൊണ്ട് എല്ലാവരും വീണ്ടും കണ്ട് സപ്പോർട്ട് ചെയ്യണം. എന്നാലാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. നമുക്കിത് ഞാൻ അടുപ്പത്ത് ഒരു മണലിട്ടിട്ട് കുക്കർ വെച്ചിരുന്ന് ചൂടാകാൻ ഒരു 10 മിനിറ്റ് ചൂടാകാൻ വെച്ചതാണ്. അതിലേക്ക് നമുക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. നമുക്കിത് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കേക്ക് ഇറക്കി വെച്ച്, പിന്നെ കേക്ക് ഇറക്കി വെക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഇത് കൈ പൊള്ളാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വെക്കണം. ഇനി നമുക്ക് മൂടിയിട്ട്
ലോ ഫ്ലെയിമിലാണ് വെച്ചത്. ഒരു 35-40 മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് നോക്കാം. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. 35-40 മിനിറ്റ് ആയിട്ടില്ല, എൻ്റെ 30 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് നല്ലോണം തണിഞ്ഞിട്ടൊന്നുമില്ല, അതുകൊണ്ട് കത്തി കൊണ്ട് ഞാൻ ചൂടോടെ തന്നെ എടുത്തിട്ടതാണ്. ചൂടോടെ എടുത്താൽ ഇത് പൊടിഞ്ഞു പോകും. പൊടിഞ്ഞു പോകാതെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് ഓരോരുത്തരുടെ പാത്രവും പിന്നെ ഗ്യാസിൻ്റെ ഇതുപോലെ ഇരിക്കും. പിന്നെ വീതിയിൽ ചുട്ടാൽ ഇത്രയൊന്നും സമയം പിടിക്കില്ല. 25 മിനിറ്റ് കൊണ്ടാവും. എൻ്റെ ഒരു 30 മിനിറ്റ് ആയി കാണുള്ളൂ. ഒരു 5 മിനിറ്റ് കൂടിപ്പോയത് കൊണ്ടാണ് അതിൻ്റെ പുറത്ത് ലേശം ഒന്ന് പൊട്ടിയത്. പിന്നെ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.